കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാനാ? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. ആ സൂക്ഷിച്ച്. വച്ചോ? അയ്യോ! ഫയർഫോഴ്സ് വരണേ! എന്താച്ചാ എന്തുപറ്റി? എന്താന്ന് പതിവില്ലാത്തൊരു ടെൻഷൻ? ഇന്നൊരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു, അവളാ കൈപ്പറ്റിയത്. അന്നേരം മുതൽ കയറി കഥകടച്ച് ഒറ്റ ഇരിപ്പാ. എന്ത് രജിസ്റ്റേർഡ്? ആ ഇന്നത്തെ ദിവസം ജലപാനം ചെയ്തിട്ടില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, വല്ലതും പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാണാവോ? ഇന്നെന്താ പുതിയ ഭൂകമ്പം? എന്താ? ഓ, ഇത്രയേ ഉള്ളൂ? ഇതിനായിരുന്നു ഇത്രയും വലിയ പൂവില്? ഇത്രയുള്ളൂന്നോ? ചിരിച്ചു തള്ളാനായിട്ട് അത്ര നിസ്സാര കാര്യമാണോ ഇത്? വനിതാ കമ്മീഷനിൽ നിന്ന് വന്ന സമൻസാ. നിങ്ങളുടെ സ്റ്റാഫാണ് പരാതിക്കാരി. അതൊക്കെ എനിക്ക് മനസ്സിലായി. അവര് കൊടുത്ത പരാതി അന്വേഷിക്കാൻ അവർ എനിക്കൊരു സമൻസ് അയച്ചു. ദാറ്റ്സ് ഓൾ. ഞാൻ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോ കേസ് അങ്ങ് തീരും. എങ്ങനെ തീരും? നിങ്ങൾ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസ്. അത് കള്ളപ്പരാതിയാണെന്ന് തെളിയിക്കാൻ എനിക്കറിയാം. കള്ളപ്പരാതിയോ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഒരാൾ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കില്ല. എടി, നിനക്കിപ്പോ എന്നേക്കാൾ വിശ്വാസം നിന്റെ ആ അലവലാതി കൂട്ടുകാരികൾ പറയുന്നതാണ് അല്ലേ? നീ ഇത്ര ചെറുതാവല്ല മഞ്ജു, പ്ലീസ്. നാളെ ഇത് പത്രങ്ങൾ വാർത്തയാക്കും, ചാനലുകൾ ആഘോഷിക്കും. അപ്പോഴോ? പത്രങ്ങളും ചാനലുകളും എന്തും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു വിഷമമില്ല. പക്ഷെ നീ എന്നെ വിശ്വസിക്കാതിരിക്കുന്നതാണ് കഷ്ടം. ഞാനിനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അപ്പൊ അതാണ് പ്രശ്നം. നീ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ എങ്ങനെ ജീവിക്കും? ഈ സാഹചര്യത്തിൽ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നീ ചിന്തിക്കുന്നത്. നോക്കു മഞ്ജു, തൊട്ടു പോകരുത് തന്നെ. ആക്രമണം, ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്. നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയറൊന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബഹളുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറെന്ത് പഴിച്ച്? പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെ ഇട്ടു. സംശയിക്കാൻ അത് പോരെ? ഒരു കണക്കിന് അവര് വന്ന് നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ. ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാം. അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും. പ്രജറി, സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193. നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്നൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടനാണോ എന്ന് കാണിച്ചു കൊടുക്കണം. യശോദൊന്ന് ഞെട്ടട്ടെ. സാറേ, എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, 4 പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഏതോ കേസിന്റെ കാര്യത്തിന്. ഹലോ,
നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്നെ ചതിക്കൂടാ. അയ്യേ ഡോൺ ബി സില്ലി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുന്നു. ഞാനൊരു പൊട്ടിയൊന്നുമല്ല. ഇതാണ് ഈ ആണും പെണ്ണുമായിട്ടുള്ള വ്യത്യാസം. നിങ്ങൾ പെണ്ണുങ്ങൾ വെറുതെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല, വെരി പ്രാക്ടിക്കൽ. നിന്നെ കൊണ്ടുപോയി വാടക വീട്ടിൽ കിടത്താനോ പട്ടിണിക്കിടാനോ ഞാൻ തയ്യാറല്ല. പൊറുപ്പിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ഒരു രാജ്ഞിയെ പോലെ. വിൽഫ്രഡ് മഹാരാജാവ് എന്താ ഇപ്പൊ പിച്ചക്കാരനാണോ? ഏയ് കമോൺ നിരോഷ, ബിസിനസ്സിൽ പമ്പ് ചെയ്ത കോടികൾ അത് ഉടനെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഈ ദുബായ് പ്രോജക്റ്റിന് അത്യാവശ്യമായിട്ടൊരു 50 ലക്ഷം രൂപ വേണം. അതർവൈസ് ഐ വിൽ ലൂസ് ദ എമൗണ്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ്. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ദിവസവും ബാങ്കിൽ കോടികളിട്ട് അമ്മാനമാടുന്നവളല്ലേ നീ. അതിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചൂടെ? എന്ന് വെച്ചാ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്റെ 2 കോടി നഷ്ടപ്പെടാതിരിക്കാൻ 2 മാസത്തിനകം തിരിച്ചെടുത്ത് തരാം, മുതലും പലിശയും ചേർത്ത്. ഡോണ്ട് യു ബിലീവ് മീ? പോടാ അവിടുന്ന്. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് യു മേക്ക് ഇറ്റ് സീം. ഗോവിന്ദൻ കുട്ടിയെ വില്ലിക്ക് അറിയാഞ്ഞിട്ടാ. പിന്നെ അയാൾ ദിവസം ലോക്കറിൽ കയറി കാശ് എണ്ണി നോക്കാൻ പോവല്ലേ. നീ കണക്കുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ മതി. അയാൾ കമ്പ്യൂട്ടറിനെ വിശ്വസിച്ചിരുന്നു. എന്നാലും നീ എന്നെ കൊണ്ട് എന്തൊക്കെയാടാ ചെയ്യിക്കുന്നേ? നീയും ഞാനും മാത്രമുള്ള ഒരു ലോകം. നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളെത്രയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടോ? വേണം. നിന്നെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അയ്യോ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാന്നൊക്കെ വെച്ചാല് ഇയാൾ ഇത്ര ചീപ്പാണെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. എനിക്കിപ്പോ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവസരം കിട്ടിയ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും എന്റെ മഞ്ജു, ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഞ്ജുവിനെ പോലൊരു ഭാര്യ ഇതെങ്ങനെ സഹിക്കുന്നു? അതെ അതെ, ഇവളെ പോലെ ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ നമ്മുടെ ഈ കോളനിയില്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഗോവിന്ദൻകുട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഇവൾക്ക്. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടെന്ത്? അയാളുടെ ഒരു കൊച്ചിനെ ഇവള് പെറ്റുപോയില്ലേ. ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ആ സെക്കൻഡിൽ ബന്ധം ഉപേക്ഷിച്ചേനെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഞാൻ നോക്കിയിട്ടിപ്പോ ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. മഞ്ജു സ്വന്തം കാലിൽ നിൽക്കുക. അതിന് മഞ്ജുവിനൊരു ജോലി വേണം. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്ക് താല്പര്യമില്ലഞ്ഞിട്ടല്ല. നോക്കു മഞ്ജു, നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയ പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. നാണം കെട്ട് നമ്മൾ ഇവന്മാരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാ നമുക്ക് വോയിസ് ഇല്ലാതാവുന്നത്. ഇന്ന് മുതൽ മഞ്ജുവിന്റെ ജോലിക്കാര്യം, സുരക്ഷിതത്വം ഇതെല്ലാം മഞ്ജുവിന്റെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടായ വിഷയമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മഞ്ജു ഈ മെമ്പർഷിപ്പ് ഫോമിൽ ഒന്ന് ഒപ്പിട്ടേ. ആലോചിക്കാനൊന്നും ഇല്ല മഞ്ജു, ഒപ്പിട്ടോളൂ പ്ലീസ്.